ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്കിനി സുഖചികിത്സക്കാലം. ആനയൂട്ടോടെ ഗജവീരന്മാർക്ക് സുഖചികിത്സയ്ക്ക് തുടക്കമായി. 35 ആനകളുള്ളതിനാൽ നീരില്ലാത്ത 15 ആനകൾക്കാണ് സുഖചികിത്സ ആരംഭിച്ചത്. കർക്കിടകമാസ ചികിത്സകളുടെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചത്. ആനക്കോട്ടയിൽ 35 ആനകളാണ് നിലവിലുള്ളത്. ഇതിൽ 15 എണ്ണത്തിനാണ് ഊട്ട് നടത്തി ചികിത്സ ആരംഭിച്ചത്. വരും വർഷങ്ങളിൽ മികച്ച രീതിയിൽ ആനയൂട്ട് നടത്താനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ലോകത്തെവിടെ ഉണ്ടാവില്ല, ഗുരുവായൂരിലല്ല. എല്ലാ ആനകളെയും നമുക്ക് ഒരുമിച്ച് എത്താൻ കഴിയും. 74-75 ആനകൾ ഉണ്ടായിരുന്നത് ഇന്ന് 10-35 ആനകളായി മാറി. എല്ലാ വർഷവും സുഖചികിത്സ ദേവസ്വം നടത്തും. അതിനെ ആനകളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. സുഖചികിത്സയ്ക്കുള്ള കൂട്ട് തന്നെ വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും നീണ്ടുപോവുകയും അടുത്ത വർഷം അതിഗംഭീരമായ ഉത്സവമാക്കി ഞങ്ങളിതിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമല്ല. ആനക്കോട്ടയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം പറഞ്ഞു. ജൂലൈ 30 വരെയാണ് ആനകൾക്ക് സുഖചികിത്സ. ആനകളുടെ സംരക്ഷണവും ഒപ്പം ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് ഈ കാലയളവിൽ ആനകൾക്ക് നൽകുന്നത്. 3150 കിലോ അരി, 1050 കിലോ ചെറുപയർ, 1050 കിലോ റാഗി, 105 കിലോ അഷ്ടചൂർണം, 262 കിലോ ചവനപ്രാശം, മഞ്ഞൾപ്പൊടി, അയൺ ടോണിക്, ധാതു ലവണങ്ങൾ തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്.